ബിഗ് ബോസിനകത്തൊരു നിയമമുണ്ട്. ലാലേട്ടൻ ഈ വീക്കെൻഡിൽ വന്നപ്പോൾ കൂടി ഓർമ്മിപ്പിച്ചതാണത്. ആ നിയമം ലംഘിക്കുന്നത് ആരാണെങ്കിലും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഏത് കൊടികെട്ടിയ തമ്പുരാനാണെങ്കിലും. ബിഗ് ബോസിനകത്ത് നിയമലംഘനം തുടർക്കഥയാകുന്നു എന്നത് എല്ലാവർക്കും അറിയാം. ആ കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ ജിസേൽ. ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് വളരെ വ്യക്തമായി മാന്യമായിട്ട് എല്ലാവർക്കും വാണിംഗ് കൊടുത്തതാണ്. എന്നിട്ടും ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങളെ ഒരു മര്യാദയുമില്ലാതെ ലംഘിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. ഇന്നും ജിസേലിന് ഇഷ്ടമുള്ള ഡ്രസ്സാണ് ഇട്ടത്. ഒടുവിൽ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു, ബിഗ് ബോസ് നൽകിയിട്ടുള്ള വസ്ത്രം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ, അല്ലാതെ കയ്യിലുള്ളതെല്ലാം റിട്ടേൺ കൊടുക്കണമെന്ന് ഇന്ന് ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു. അനീഷ് മാത്രമാണ് ആ കാര്യത്തിൽ പ്രതികരിച്ചത്. അതായത് നിനക്ക് മാത്രം ഇവിടെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അനീഷ് കിടന്ന് അലയ്ക്കുന്നത് കണ്ടു. പക്ഷെ ജിസേൽ ചെയ്യുന്നത് വലിയ തെറ്റാണ്. ജിസേലിന്റെ ഈ പ്രവൃത്തി കാരണം ബിഗ് ബോസിലെ മറ്റുള്ളവരും ബിഗ് ബോസിന് ഒരു വിലയും കൊടുക്കില്ല. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമുക്കറിയാമല്ലോ, എല്ലാവർക്കും ഒരു പേടിയുണ്ട്. ഇത്തവണ ബിഗ് ബോസിനകത്ത് പല കണ്ടസ്റ്റൻസിനും ബിഗ് ബോസിന് ഒരു വിലയുമില്ല. ഇവൻ വീക്കെൻഡിൽ ലാലേട്ടം വരുമ്പോൾ പോലും തമാശ അടിച്ചിരിക്കുകയാണ് അവിടെ പലരും. നെവിൻ നല്ലൊരു എന്റർടൈനർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ വീക്കെൻഡ് എപ്പിസോഡിലെ നെവിന്റെ ഒരു സീരിയസ് അല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം വളരെ മോശമായി തോന്നി. പിന്നെ ലാലേട്ടൻ ആദ്യ വീക്ക് ആയതുകൊണ്ടായിരിക്കാം വല്ലാതെ ആരെയും എടുത്ത് കൊടയാത്തത്. പക്ഷേ ജിസേലിന്റെ ഈ വിഷയം ബിഗ് ബോസ് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. കാരണം ജിസേൽ അങ്ങനെ ഒരു പ്രിവിലേജ് അവിടെ യൂസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് ബിഗ് ബോസിന് ഒരു വില കാണില്ലെന്നേ. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അവർ വിറയ്ക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു മിനിമം റെസ്പെക്ട് ബിഗ് ബോസിനോടും ബിഗ് ബോസിന്റെ വാക്കുകളോടും വീട്ടിലെ നിയമങ്ങളോടും കണ്ടസ്റ്റൻസ് കാണിക്കണ്ടേ എല്ലാവരും. ജിസേൽ മാത്രമല്ല, നിയമലംഘനം നടത്തുന്ന എല്ലാവർക്കും അത് ബാധകമാണ്. ജിസേൽ വളരെ പ്രത്യേകിച്ച്. എത്ര തവണയായിട്ടാണ് ബിഗ് ബോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എല്ലാത്തിനും ഒരു പരിധിയില്ലേ? കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.